ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ നമ്മുടെ ജയിലിലെ തൊഴിൽ വേതനം വർദ്ധിപ്പിച്ചതിനെതിരെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് പേര് എനിക്ക് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പ്രതികൂലിച്ച് വന്ന മെസ്സേജുകൾ നമ്മുടെ ടീച്ചറുടെ കണ്ടന്റ്, ടീച്ചർ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് പറയണം, നിങ്ങളെപ്പോലുള്ളവർ സാധാരണക്കാരൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെ കവലയിലിരുന്ന് പറയുന്നത് പോലെ അവർ നമ്മുടെ കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് വന്നത്. എൻ്റെ സാറന്മാരും ഒക്കെ എനിക്ക് ജെർമി ബെന്താമിൻ്റെ തിയറി ഉൾപ്പെടെ എടുത്ത് എനിക്ക് കമൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ ഒന്ന് പഠിക്കണമെന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നതും തിയറിയും ഒക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന വിപത്തുകൾ കൂടി നമ്മൾ അറിഞ്ഞിട്ട് വേണം ഈ 63 രൂപയിൽ കിടന്നതെടുത്ത് 560 രൂപയൊക്കെ ആക്കി വെച്ചിട്ട് അതിന് എന്താണ് അതിൻ്റെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ 1-2 ന്യൂസുകൾ കൂടി ഞാനൊന്ന് കേൾപ്പിച്ച് തരാമേ, 1-2 വാർത്തകൾ കൂടി. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തക, പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നൊരു മഹാൻ തന്നെ, ഞാൻ കാണിച്ചു തരാം ആ വാർത്ത, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതൊന്ന് കേട്ടു നോക്കണം. പാപങ്ങളല്ലേ, പല സാഹചര്യങ്ങള് കുറ്റവാളികളായിപ്പോയി. അത് പാവങ്ങളല്ലേ പല സാഹചര്യങ്ങളാൽ കുറ്റവാളികളായിപ്പോയി. പറഞ്ഞ മഹാൻ ആരാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇനി ഒരു ന്യൂസും കൂടി ഞാനൊന്ന് കേൾപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്തേക്കാണ്. തൊടിയപുലത്ത് 14-കാരിയെ കഴുത്ത് ഞെരിച്ചു കൊന്ന 16 വയസ്സുകാരൻ. ബലാത്സംഗം നടന്നതായും പ്രതി പോലീസിനോട് പറഞ്ഞു. ഇന്നലെ സ്കൂളിലേക്ക് പോയ കുട്ടി വീട്ടിൽ തിരിച്ചെത്തിയിരുന്നില്ല. കൂടുതൽ വിവരങ്ങളുമായി സംഭവ സ്ഥലത്ത് നിന്ന് പ്രശാന്ത് നിലം. എല്ലാവരും ഇന്ന് രാവിലെ പത്രം വായിച്ചതാണ്, ഇന്നലെ തൊട്ടേ മാധ്യമങ്ങളിലൊക്കെ കാണുന്നതാണ്. അതുകൊണ്ട് ഇനി അതിനെപ്പറ്റി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇനി അത് ഒറ്റയ്ക്കായിരുന്നോ, 16 വയസ്സുകാരൻ ഒറ്റയ്ക്കാണോ, കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ തെളിവ് വിശദാംശങ്ങളൊക്കെ വന്നതിന് ശേഷം ഞാൻ പറയാം. ഈ 16 വയസ്സുള്ളവൻ ലഹരി മരുന്നിന് അടിമയാണെന്നും ഒക്കെയുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ക്രിമിനൽസിനാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ജയിലിൽ പോയി കിടക്കുമ്പോൾ അവരുടെ ആഹാരവും മെഡിസിനും ബാക്കിയുള്ള കാര്യങ്ങളും ഉൾപ്പെടെ കഴിഞ്ഞിട്ട് ഈ 600 രൂപ 620 രൂപ കൊടുക്കുന്നത്. എന്നിട്ട് കഴിഞ്ഞ ദിവസം കുറെ പേര് ചാനലിൽ വന്നിരുന്നൊക്കെ അങ്ങ് വെളുപ്പിക്കുന്നത് കണ്ടായിരുന്നു. അവർക്ക് സോപ്പ് മേടിക്കണം, അവർക്ക് തോർത്ത് മേടിക്കണം, അവർക്ക് വേറെ എന്തൊക്കെയോ മേടിക്കണമെന്നുള്ളത്. ഈ 60 രൂപയ്ക്ക് ഒരു കുളിക്കുന്ന സോപ്പൊക്കെ മേടിക്കാൻ ഇപ്പോൾ ഒരു 30 രൂപ 35 രൂപ മുതൽ സോപ്പൊക്കെ കിട്ടും. അപ്പം ഒരു 100-150 രൂപയാക്കുന്നത് കൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഓണറേറിയോ ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള അനുഭവങ്ങളും ഒക്കെയാണ് ജയിലിൽ നിന്ന് ഇപ്പം എല്ലാവർക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രിമിനൽസ് പെരുകി വരുന്നത്. ഒരു പരിധിവരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? പോലീസ് സ്റ്റേഷനിലായാലും അതുപോലെ തന്നെ ജയിലുകളിലായാലും ഇപ്പം മനുഷ്യാവകാശങ്ങളൊക്കെ കൂടുതലാണ്. ആരെയും ഉപദ്രവിക്കാനോ ഒന്നും പോകുന്നില്ല. ചെറിയ ചെറിയ ലിമിറ്റേഷൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ജയിലൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പിന്നെ അവിടെ പോയി ആരും കാണാതെ കേൾക്കാതെയൊക്കെ കിടക്കുന്ന സമയത്ത് അവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം അവരെ കൊണ്ട് കഠിനമായി പണിയെടുപ്പിച്ചിട്ടാണ് അവർക്ക് ഇത് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. കഠിനമായി. എൻ്റെ പൊന്നു ഈ പുള്ളി പറഞ്ഞു, പേര് ഞാൻ പറയുന്നില്ല, ഈ മഹാനായ വ്യക്തി പറഞ്ഞതുപോലെ പാവങ്ങളല്ല അവിടെ കിടക്കുന്നത്, പാവങ്ങളല്ല. 10-14 വയസ്സുള്ള 5 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്ത് കൊന്നവന്മാരും ഉള്ള ലഹരി കഞ്ചാവും കള്ളും മൊത്തവും കുത്തി കയറ്റി അച്ഛനെയും അമ്മയും പിന്നെ കാമുകിയും വരെ വെട്ടി കൊലപ്പെടുത്തുന്നവന്മാരും ഒക്കെയാണ് ഈ ജയിലിൽ പോയി കിടക്കുന്നത്. സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിപ്പോയി. സാഹചര്യം കൊണ്ട് ആയിപ്പോയവരും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ മെജോറിറ്റിയും ജയിലിൽ കിടക്കുന്നത് ക്രിമിനൽസ് തന്നെയാണ്. അവരെ നാളെ അത് തിരുത്തി അവർ പുറത്തിറങ്ങുമ്പോൾ അവർ നല്ല ഒരു വ്യക്തിയായി പുറത്തിറങ്ങണമെങ്കിൽ അവർക്ക് അവിടെ നല്ല ഫുഡും കൊടുത്ത് നല്ല ഓണറേറിയവും കൊടുത്ത് നല്ല രീതിയിൽ പുറത്തിറങ്ങി വന്ന് വീണ്ടും അങ്ങനെ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ജയിലിലോട്ട് പോയാൽ മതി. അവിടെ ഫുഡുണ്ട്, മെഡിസിൻസ് ഫ്രീ ഉണ്ട്, കിടക്കാൻ സൗകര്യമുണ്ട്, ഒരു വീതം വീട്ടിലേക്ക് അയച്ചും കൊടുക്കാൻ പറ്റും മാസം ആശ്രിതർക്ക്. പിന്നെന്താ ജയിലിൽ പോയി കിടന്നാല്? അപ്പം നമ്മൾ വിമർശനമൊക്കെ വേണം, വിമർശിച്ചവരെ ഞാൻ തെറ്റു പറയുകയല്ല. പക്ഷേ ഇത് തിയറിറ്റിക്കലായിട്ടല്ല ഞാൻ പറയുന്നത്, പ്രാക്ടിക്കലി നമ്മുടെ സമൂഹത്തിന്റെ പോക്ക്, നമ്മുടെ സൊസൈറ്റിയുടെ പോക്ക്. ഒരു രീതിയിലും ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ നമ്മൾ വെച്ച് പൊറപ്പിക്കാനോ വളർത്തിക്കാനോ. 16 വയസ്സുള്ള പയ്യനെ ജുവനൈലാണ് ഇനി ഹാജരാക്കാൻ പോകുന്നത്. യൂണിഫോം പോലും ഇടത്തില്ല ചുറ്റും. ജുവനൈൽ ആക്ടൊക്കെ നമുക്കറിയാവുന്നതാണ്. യൂണിഫോം പോലും ഇടാതെ കുറച്ച് പേര് ചുറ്റും ഇരുന്ന് ഇങ്ങനെ മോനെ മക്കളെ എന്ന് ചോദിച്ച് കാര്യങ്ങൾ വിശദമായി ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ 14 വയസ്സുള്ള പെണ്ണിനെ പ്രണയം നടിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, പ്രണയിച്ച് അതും ബോധമില്ലാതെ കൂടെ പോയി, അത് വേറൊരു വശം. എങ്കിലും കൊന്നു കളഞ്ഞില്ലേ, അതിനെന്ത് ന്യായീകരണോ പറയാനുള്ളത്? ഇതേപോലെ ഓരോ ന്യൂസുകളും നമ്മൾ കേൾക്കുമ്പോൾ അതെല്ലാം ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകളാണ്. പക്ഷെ ഈ വാർത്തകൾക്ക് പിന്നിൽ ഓരോ കുടുംബമുണ്ട്, ഓരോ പേരൻസിന്റെ, ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീരുണ്ട്. ജീവിതകാലം മുഴുവൻ അവരുടെ മരണം വരെയും അവരെ അലട്ടുന്ന കണ്ണീരുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നേയും 10ാം ക്ലാസ്സിൽ പഠിക്കുന്നേയും 4ാം ക്ലാസ്സിൽ പഠിക്കുന്നേയും കുഞ്ഞുങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നോമാരും അവിടെ കിടക്കുകയാണ്. 600 രൂപ ഓണറേറിയം വാങ്ങി
പിന്നെ ആഴ്ചയിലെ മട്ടനും ചിക്കനും എല്ലാം കഴിച്ചുകൊണ്ട് അവരെ ദുർഗുര പണികാട പാരശാലയിൽ ഇട്ടേക്കുവാണ്. അവർ നല്ലൊരു വ്യക്തിയായിട്ട് നാളെ പുറത്തു വരും, അവർക്ക് ഈ സൗകര്യങ്ങളൊക്കെ കൊടുത്താലെന്നാണ് എല്ലാവരും പറയുന്നത്. ഈ സൗകര്യങ്ങളൊക്കെ കൊടുത്ത് പുറത്ത് വന്നവർ നല്ലതായോ? ഇതൊക്കെ കുറയുന്നുണ്ടോ ഇവിടെ? അത് മാത്രം എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി. താങ്ക് യു.